ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിലേഷൻസ് എന്തൊക്കെയാണ്, റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളെ പഠിച്ചു. അതായത് ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ, പിന്നെ ഇമേജും. ഇന്ന് അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് എക്സസൈസ് ആണ് ചെയ്യുന്നത്, എക്സസൈസ് 2.2. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ഇത്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 എക്സെട്ര അപ് ടു 14. അതായത് 1 തൊട്ട് 14 വരെയുള്ള എലമെന്റ്സിന്റെ സെറ്റ്, 1, 2, 3, 4 അങ്ങനെ 14 വരെയുള്ള എലമെന്റ്സിന്റെ സെറ്റാണ് എ. അതിനുശേഷം ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ. എ എന്നുള്ള സെറ്റിൽ നിന്ന് സെയിം ആ സെറ്റിലോട്ട് തന്നെയാണ് റിലേഷൻ പറഞ്ഞിട്ടുള്ളത്. ബൈ ആർ ഇസ് ഈക്വൽ ടു സം കളക്ഷൻ ഓഫ് എക്സ് വൈ. കുറച്ച് ഓർഡേർഡ് പെയർസിന്റെ കളക്ഷൻ ആണ് എക്സ് കോമ വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. നമ്മൾ എക്സിനെയും വൈനെയും ഈ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സും വൈയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരായിരിക്കണം. എന്താണ് ആ കണ്ടീഷൻ? 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടി 3x ഇസ് ഈക്വൽ ടു വൈനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 0 പ്ലസ് വൈ ആവും, വൈ പോസിറ്റീവ് ആവും വൈ. അതായത് y എന്ന് പറഞ്ഞാൽ എക്സിന്റെ 3 ഇരട്ടി. ഇതാണ് റിലേഷൻ. ഇങ്ങനത്തെ എക്സിന് ഇപ്പോൾ 1 കൊടുത്താൽ y എന്ന് പറഞ്ഞാൽ അതിന്റെ 3 ഇരട്ടി കിട്ടണം. ഇതാണ് എക്സും വൈയും തമ്മിലുള്ള ഒരു റിലേഷൻ. എക്സും വൈയും ഒക്കെ എ എന്നുള്ള സെറ്റിൽ നിന്ന് തന്നെ എടുക്കുകയും വേണം. അങ്ങനെയൊക്കെ അതിന്റെ ഡൊമെയിൻ എഴുതുക, കോഡൊമെയിൻ എഴുതുക, റേഞ്ച് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമുക്ക് ആരൊക്കെയാണ് ഈ റിലേഷനിൽ വരുന്ന ഓർഡേർഡ് പെയർസ് എന്ന് നോക്കാൻ വേണ്ടി എക്സിന് ആദ്യം ഞാൻ 1 കൊടുത്തു. എ എന്നുള്ള സെറ്റിലെ ആദ്യത്തെ എലമെന്റ് 1 അല്ലേ. എക്സിന് 1 കൊടുത്താൽ y ഇസ് ഈക്വൽ ടു 3x-ല് 3 ഇൻറ്റു 1 എന്ന് വരും. അത് 3 തന്നെ വരും. എക്സിന് 1 കൊടുത്തപ്പോൾ y 3 കിട്ടി. 1ഉം 3ഉം ഒക്കെ ഈ സെറ്റിലുള്ള എലമെന്റ്സ് തന്നെയല്ലേ. അപ്പോൾ ഒരെണ്ണം ശരിയായി, ഒരെണ്ണം നമുക്ക് കിട്ടി, ഒരു ഓർഡേർഡ് പെയർ കിട്ടി. 1, 3 അതിലെ എക്സ് 1, y 3. അടുത്തത് എക്സിലെ അടുത്ത എലമെന്റ് കൊടുക്കുക, 2 കൊടുക്കുക. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 6 വരും. 6 ഉണ്ട് ഈ സെറ്റില്. എക്സിന് 2 കൊടുത്തപ്പോൾ y 6 കിട്ടി എന്ന് പറഞ്ഞാൽ 6ഉം ഈ സെറ്റിലുണ്ട്. 1 തൊട്ട് 14 വരെ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 6ഉം ഈ ഒരു സെറ്റിൽ വരുന്ന ആളായതുകൊണ്ട് ഇതെടുത്തേക്കുന്നത് ശരിയാണ്. അപ്പോൾ 2ഉം 6ഉം. അടുത്തത് എക്സിന് 3 കൊടുക്കുക. y എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 വരും, അതായത് 9ഉം ഈ സെറ്റിൽ വരും. അപ്പോൾ 3ഉം 9ഉം. ഇനി എക്സിന് 4 കൊടുക്കുക. എക്സിന് 4 കൊടുക്കുമ്പോൾ y കിട്ടേണ്ടത് 3 ഇൻറ്റു 4, അതായത് 12 ആണ്. 12ഉം ഈ ഒരു സെറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് 4ഉം 12ഉം. അടുത്തൊരു ഓർഡേർഡ് പെയർ കിട്ടി. അടുത്തത് എക്സിന് 5 കൊടുക്കുക. എക്സിന് 5 കൊടുക്കുമ്പോൾ y കിട്ടുന്നത് 3 ഇൻറ്റു 5 15 ആണ്. 15 ഈ ഒരു സെറ്റിൽ വരുമോ? ഈ സെറ്റിൽ ആകെ 1 തൊട്ട് 14 വരെയുള്ള എലമെന്റ്സേ ഉള്ളൂ. പക്ഷേ ഈ സെറ്റിൽ തന്നെ എക്സിന് 5 കൊടുത്തപ്പോൾ y കിട്ടിയത് 15 ആണ്. അതായത് ഈ സെറ്റിൽ ഇല്ലാത്തൊരു എലമെന്റ് ആണ്. അപ്പോൾ എക്സിന് 5 കൊടുക്കാൻ പറ്റില്ല. എക്സിന് 6 കൊടുത്താലും ഈ സെറ്റിൽ ഇല്ല. ഇതിനേക്കാളും വലിയ വലിയ എലമെന്റ്സേ വരുള്ളൂ. അതൊന്നും ഈ സെറ്റിൽ ഇല്ല. അപ്പോൾ എക്സിന് നമുക്ക് ആകെ കൂടി കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഇത്രയേ ഉള്ളൂ. അതായത് ഇതാണ് നമ്മുടെ റിലേഷൻ. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓർഡേർഡ് പെയർസ് 1, 3 വരും, 2, 6 വരും, 3, 9 വരും, അതുപോലെ 4, 12 വരും. റിലേഷൻ കിട്ടി. ഇനി ഇതിന്റെ ഡൊമെയിൻ ആദ്യം കാണാം. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ ആദ്യത്തെ എലമെന്റ്സ്, അതായത് ഈ ഓർഡേർഡ് പെയർസിലെ ആദ്യത്തെ എലമെന്റ്സ് അതാരൊക്കെയാ? 1 വരും, 2 വരും, 3 വരും, 4 വരും. ഇതാണ് ഡൊമെയിൻ. അടുത്തത് കോഡൊമെയിൻ നോക്കാം. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഫുള്ളും വരും. ഇത് ഡൊമെയിൻ നമ്മൾ പറയുന്ന സെറ്റ് ഇവിടെയാണ്, ഇതിൽ മാപ്പിംഗ് ഉള്ളവര്. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സെറ്റും ആദ്യത്തെ സെറ്റൊക്കെ എ തന്നെയല്ലേ. അതായത് കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 14 വരെയുള്ള എലമെന്റ്സ് വരും, എല്ലാ എലമെന്റ്സും വരും. അതായത് സെറ്റ് എ തന്നെ. അടുത്തത് റേഞ്ച് ആണ്. റിലേഷൻ നമ്മൾ ഇതുപോലെ ഓർഡേർഡ് പെയറിൽ എഴുതി കഴിഞ്ഞാൽ ഡൊമെയിനും റേഞ്ചും ഒക്കെ നമുക്ക് ഇവരിൽ നിന്ന് കണ്ടുപിടിക്കാം. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഡേർഡ് പെയറിലെ ആദ്യത്തെ എലമെന്റുകളാണ് ഡൊമെയിൻ എങ്കിൽ റേഞ്ച് രണ്ടാമത്തെ എലമെന്റ് ആണ്. 3, ഇതിൽ 6, ഇതിൽ 9, ഇതിൽ 12. ഇതാണ് റേഞ്ച്.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിലാണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റിലേഷൻ ഇങ്ങനെയാണ്, കുറച്ച് ഓർഡേർഡ് പേഴ്സിന്റെ കളക്ഷൻ ആണ്. y തന്നിട്ടുണ്ട്, y എന്ന് പറഞ്ഞാൽ എക്സിനേക്കാളും 5 കൂടുതലായിരിക്കണം. അപ്പൊ എക്സും വൈയും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. 4നേക്കാളും ചെറിയ നാച്ചുറൽ നമ്പർ ആയിരിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആരൊക്കെ വരും? 4നേക്കാളും ചെറിയ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1 തൊട്ടാണ്. 1 2 3. 4 വരില്ല, കാരണം 4നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 3 വരെ വന്ന് നിൽക്കണം. 1 2 3 ആണ് എക്സിന് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ്. 1 2 3. ഒന്നും കൂടി ഞാൻ ഈ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരണം. y എന്ന് പറഞ്ഞാൽ എക്സിനേക്കാൾ 5 കൂടുതലുമായിരിക്കണം. എക്സിന് 1 2 3 4 ഈ നമ്പേഴ്സേ കൊടുക്കാനും പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ റിലേഷൻ നമുക്ക് എങ്ങനെ പോസിബിൾ ആണെന്ന് നോക്കാം. എക്സിന് കൊടുക്കേണ്ടത് ആദ്യം 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്ത് വരും? y 1 + 5 അതായത് 6 വരും. yയും നാച്ചുറൽ നമ്പർ അല്ലേ, അപ്പോൾ ആദ്യത്തെ ഓർഡേർഡ് പെയർ കിട്ടി 1ഉം 6ഉം. അടുത്തത് എക്സിന് 2 കൊടുക്കുക. എക്സിന് 2 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ 2 + 5 അതായത് 7 വരും. അപ്പോൾ അടുത്തത് 2ഉം 7ഉം. അടുത്തത് എക്സിന് 3 കൊടുക്കുക. എക്സിന് 3 കൊടുക്കുമ്പോൾ y 3 + 5 അതായത് 8 വരും. അടുത്ത ഓർഡേർഡ് പെയർ എക്സ് 3 y 8. ഇനി എക്സിന് 4 കൊടുക്കാൻ പാടില്ല, കാരണം എക്സിന് നമുക്ക് 3 വരെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻ നമുക്കൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ കിട്ടുന്ന എലമെന്റ്സ് ആരൊക്കെയാ? 1ഉം 6ഉം, 2 and 7, 3 and 8. ഇതാണ് ഈ റിലേഷനിലെ ആൻസേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡെപ്പിക്ട് ദ റിലേഷൻഷിപ്പ് യൂസിങ് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ ഈ റിലേഷൻഷിപ്പിനൊന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റോസ്റ്റർ ഫോം. അടുത്തത് റൈറ്റ് ഡൗൺ ദ ഡൊമെയിൻ ആൻഡ് ദ റേഞ്ച്. ഡൊമെയിനും റേഞ്ചും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡൊമെയിൻ കണ്ടുപിടിക്കണം, അതുപോലെ റേഞ്ചും കണ്ടുപിടിക്കണം. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഡേർഡ് പെയർസിലെ ആദ്യത്തെ എലമെന്റ്. ഇതിലേത് 1, ഇതില് 2, ഇതില് 3. റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ്സ്. അതായിരിക്കുക 6 7 8. നിങ്ങൾ ഈ എഴുതിയിട്ടുള്ള ഈ റിലേഷൻ കിട്ടിയിട്ടുള്ള ഈ എലമെന്റ്സ് സെയിം ആണെങ്കിൽ ഡൊമെയിനും റേഞ്ചും നമുക്ക് ഓർഡേർഡ് പെയർസിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതും എല്ലാം തെറ്റും. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള റിലേഷൻസ് സെയിം ആണെന്ന് ഒന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ടേ ഡൊമെയിനും റേഞ്ചും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ, എ ബി 2 സെറ്റ്സ് തന്നിട്ടുണ്ട്. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കാണ് റിലേഷൻ തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് റിലേഷൻ. എക്സ് വൈ കുറച്ച് ഓർഡേർഡ് പെയർസിന്റെ കളക്ഷൻ ആണ്. സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ഓഫ് എക്സ് ആൻഡ് വൈ, ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് ഓഡ്. എക്സിന്റെയും വൈന്റെയും ഡിഫറൻസ് ഓഡ് നമ്പർ ആയിരിക്കണം. ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൽ നിന്ന് y കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. എക്സുകൾ എടുക്കേണ്ടത് സെറ്റ് എയിൽ നിന്നും y വാല്യൂസ് എടുക്കേണ്ടത് സെറ്റ് ബിയിൽ നിന്നുമാണ്. എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് നോക്കാം. എയിൽ 1 2 3 അപ് ടു 5 വരെയുണ്ട്. 1 2 3 4 ഇല്ല. 1 2 3 5 വരെയാണ്. ഇതിൽ 4 6 9 വരെയാണ്. ഇതാണ് എലമെന്റ്സ്. ആദ്യത്തെ എലമെന്റ് നമുക്കൊന്ന് നോക്കാം. എക്സിന് 1 എടുക്കാം, y 4 എടുക്കാം. അപ്പോൾ 1ൽ നിന്ന് 4 പോയാൽ നമുക്ക് -3 ആ കിട്ടുന്നത്. ഇവിടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 1 കിട്ടുന്ന നമ്പേഴ്സ് സെയിം ആയിരിക്കും, പക്ഷെ സൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. 1ൽ നിന്ന് 3 പോയാൽ -2ഉം 3ൽ നിന്നാണ് 1 പോകുന്നതെങ്കിൽ +2ഉമാണ്. രണ്ടും ഈവൻ നമ്പർ ആണ്, പക്ഷെ സൈൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കേസ് നമ്മൾ എടുക്കുമ്പോൾ സൈൻ നോക്കണ്ട, അതിനാണ് നമ്മൾ മോഡുലസ് ഇടുക എന്ന് പറയും. ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് 1ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ? -3 ആണ്. ഇതിനെ മോഡുലസ് ഫംഗ്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ മോഡുലസ് എടുക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആകും. നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആകും. +3 കിട്ടും. 3 ഒരു ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ ഇത് പറ്റും. അത് നമ്മൾ 1ഉം 4ഉം എടുത്തത് കൊണ്ടാണ് 3 ഒരു ഓഡ് നമ്പർ കിട്ടിയത്.
അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്താ എടുത്തത്? 1 എടുത്തു, വൈക്ക് പകരം 4 എടുത്തു. അപ്പോൾ ഓരോ ഓർഡേർഡ് പേര് കിട്ടി. ഇതുപോലെ അടുത്തത് 1ഉം 6ഉം നോക്കുക. 1ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ -5 മോഡുലസ് ഇട്ടേക്കുന്നതുകൊണ്ട് +5 5ഉം ഒരു ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ ഇതും സെയിം ആണ്. എക്സിന് നമ്മൾ എടുത്തത് 1ഉം വൈക്ക് പകരം എടുത്തത് 6ഉം. അടുത്തത് 1ഉം 9ഉം നോക്കാം. 1ൽ നിന്ന് 9 പോയാൽ -8 കിട്ടുന്നത്. -8ന്റെ മോഡ് +8 ആണ്. 8 ഒരു ഈവൻ നമ്പർ ആണ്, ഓഡ് നമ്പർ അല്ല. നമുക്ക് കിട്ടേണ്ടത് ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇത് പറ്റില്ല. അപ്പൊ 1ഉം 9ഉം എടുക്കാൻ പറ്റില്ല. അടുത്തത് 2 നോക്കാം. 2ഉം 4ഉം നോക്കാം. രണ്ട് ഈവൻ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ കിട്ടുന്നത് വീണ്ടും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. 2ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -2 ആണ്. മോഡുലസ് എടുക്കുമ്പോൾ +2 ആയി. രണ്ടൊരു ഈവൻ നമ്പർ അല്ലേ, ഇത് പറ്റില്ല. അടുത്തത് 2ഉം 6ഉം നോക്കാം. 2ഉം 6ഉം നോക്കിയാലും സെയിം സിറ്റുവേഷൻ വരും. കാരണം 2 ഈവൻ നമ്പർ, 6ഉം ഒരു ഈവൻ നമ്പർ. രണ്ട് ഈവൻ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ വീണ്ടും ഈവൻ നമ്പർ കിട്ടും, അതും പറ്റില്ല. അടുത്തത് 2ഉം 9ഉം നോക്കാം. 2ൽ നിന്ന് 9 പോയാൽ നമുക്ക് കിട്ടുന്നത് -7 ആണ്. മോഡുലസ് എടുക്കുന്നത് കൊണ്ട് +7. ഈ കേസ് പറ്റും. 2ഉം 9ഉം. ഇതുപോലെ 3 നോക്കുമ്പോൾ 3ഉം 4ഉം പറ്റും. ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. മോഡുലസ് എടുത്തതുകൊണ്ടാണ് +1 കിട്ടിയത്. ഈ കേസ് വരും 3, 4. അതുപോലെ 3, 6 നോക്കിക്കഴിഞ്ഞാൽ 3ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 3 കിട്ടും. 3ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ മോഡുലസ് എടുത്താൽ 3 കിട്ടും. ഈ കേസും പറ്റും, 3, 6 വരും. പക്ഷെ 3ഉം 9ഉം വരില്ല. കാരണം 9ൽ നിന്ന് 3 പോയാൽ നമുക്ക് 6 കിട്ടുന്നത്. 6 ഈവൻ നമ്പറാണ്, അത് പറ്റില്ല. അടുത്തത് 5ഉം 4ഉം നോക്കുക. 5ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ +1 കിട്ടും. ഈ കേസ് പറ്റും 5 and 4. 5ൽ നിന്ന് 6 പോയാലും സെയിം തന്നെ, 1 കിട്ടും. അപ്പോൾ 5ഉം 6ഉം വരും. പക്ഷേ 5ൽ നിന്ന് 9 പോയാൽ -4 ആണ് കിട്ടുന്നത്. 4 ഈവൻ നമ്പർ ആണ്, അപ്പോൾ ഈ കേസ് പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എലമെന്റ്സ്. ഇവരെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ റിലേഷൻ R എന്ന് കൊടുക്കുക. ഇതിപ്പോൾ സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്സിന് എടുത്ത് എഴുതുക. 1, 4, അടുത്തത് 1, 6, അടുത്തത് 2, 9, അടുത്തത് 3, 4, അടുത്തത് 3, 6, 5, 4, 5, 6. ഇത്രയുമാണ് റോസ്റ്റർ ഫോം ഉള്ളത്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. പകരം ജസ്റ്റ് റോസ്റ്റർ ഫോമിൽ മാത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഡൊമൈനും റേഞ്ചും കാണാൻ എളുപ്പമാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ്സ് 1 വരും, 2. 1 ഇവിടെ 2 പ്രാവശ്യം ഉണ്ട്, അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട, ഒരു പ്രാവശ്യം 1 പറഞ്ഞാൽ മതി. 1, 2 വരും, 3 വരും, 5 വരും. അടുത്തത് റേഞ്ച് പറയാൻ പറയുമ്പോൾ 4, 6, 9. ഇതും 4, 6, 4, 9 ഒക്കെ റിപ്പീറ്റേഷൻ ആണ്. 4, 6, 9 ഡൊമൈനും റേഞ്ചും ഇതാണ്.